ഷക്കീൽ സാറേ, നമുക്ക് തുടങ്ങാം. 7:30 ആയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ. മോട്ടീവ് ഇ ലേണിംഗ് ആപ്പ് സംഘടിപ്പിക്കുന്ന HSA ഇംഗ്ലീഷ് വെബിനാറിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന HSA വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങൾ കഠിനമായ തയ്യാറെടുപ്പിന്റെ ദിനങ്ങളാണ്. നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷന്റെയും കൂടെ മോട്ടീവ് ഇ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായി കൂടെയുണ്ട്. അതിന്റെ ഭാഗമായുള്ള വെബിനാറാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ആദ്യഘട്ടം ഇന്ന് നമുക്ക് വേണ്ടി, ഹലോ ജോർജ് സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, പറഞ്ഞോളൂ. നമ്മുടെ ഈ ഒരു വെബിനാർ ലീഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. മഞ്ജു മാം ആണ് നമ്മുടെ വെബിനാർ ലീഡ് ചെയ്യുന്നത്. മഞ്ജു മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പഠന കാലയളവിലും നിരവധി അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇൻവെസ്റ്റിഗേറ്റർ പോലെയുള്ള പ്രമുഖമായിട്ടുള്ള ജേണലുകളിൽ അവരുടെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അതേപോലെ ഇന്റർനാഷണൽ ജേണൽ ഓഫ് കറന്റ് അഫയേഴ്സ് IJCR ഓൺലൈൻ പോർട്ടലിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടുള്ള പേപ്പറുകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. മഞ്ജു മാമിനെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Thank you, sir. Good evening, all. I'm so happy to be here with you to share
some tips out of my experience. Good evening, ma'am. Good evening all. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പൊ നമ്മളുടെ ഇവിടെ 85 പാർട്ടിസിപ്പൻസ് നമ്മളുടെ ഈ ഒരു മീറ്റിൽ കാണുന്നുണ്ട്, ഈ ഒരു ഓൺലൈൻ മീറ്റിൽ. അപ്പൊ എല്ലാവരും നമുക്കറിയാം ഈ 85 പേരും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ തന്നെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഇപ്പൊ നമ്മുടെ മുന്നിൽ, HSA ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഒരുപാട് പേര് വളരെ അധികം പ്രയത്നിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് പഠിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് നല്ല പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടേക്ക് എത്താൻ പറ്റും. പക്ഷെ വി ഷുഡ് ടേക്ക് സം പെയിൻസ്. നമ്മൾ അതിന് അത്രയും ഡിറ്റർമിൻഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള പെയിൻസും അല്ലെങ്കിൽ ഒരുപാട് സഫർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോ നമ്മൾ ഇന്നിവിടെ, ഞാൻ സമയം കളയുന്നില്ല, നമ്മൾ ഇന്നിവിടെ HSA ഇംഗ്ലീഷിന്റെ സിലബസ് അതിനെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ്, ഓക്കെ, അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവൈലബിൾ ആണ്. ലാസ്റ്റ് ഇയറിൽ ഉണ്ടായതുപോലെ തന്നെ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഐ വിൽ ഷെയർ സം ഓഫ് മൈ ടിപ്സ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ടു യു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ചില ടിപ്സ് കൂടി ഞാൻ പങ്കിടാം. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഐ എം ഓഡിബിൾ ടു യു. സോ ഇതിലെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ടാണ് നമ്മളെ സിലബസ് കിടക്കുന്നത്. നമുക്കറിയാം ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ സിലബസ് ആണ്, ജനറൽ ടോപ്പിക് ആണ് ഫോർ ഓൾ ദ സ്ട്രീംസ്. നമ്മളെ പോലെ തന്നെ നാച്ചുറൽ സയൻസിന്റെ എക്സാം ഇപ്പൊ വരാറായിരിക്കണം. അപ്പൊ അതുപോലെ ഏതൊരു HSA ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ വരുന്ന ഒരു പാർട്ടാണ് ഈ പാർട്ട് എ എന്ന് പറയുന്നത്, ജനറൽ. ഇപ്പൊ ഇവിടെ വരുന്ന 3 മൊഡ്യൂൾസ് നിങ്ങൾക്ക് കാണാം. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്. The second one is general knowledge and current affairs, and the third one methodology of teaching the subject. ഇപ്പൊ ഇതില് റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെനൈസൻസ്, കേരള റെനൈസൻസ്, അത് രണ്ടും വരുന്നുണ്ട്. അതോടൊപ്പം ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന് പറയുമ്പോൾ പാർട്ട് എക്ക് 30 മാർക്സും പാർട്ട് ബിക്ക് 70 മാർക്സും അങ്ങനെയാണ് ശരിക്കും അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സ്ലൈറ്റ് വേരിയേഷൻസ് വരുമെങ്കിലും മാക്സിമം അങ്ങനെയാണ് വരാറുള്ളത്. ഇപ്പൊ ഈ ജനറലില് നമുക്ക് 30 മാർക്സിനുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്കോർ എന്ന് പറയുന്നത്. ഇതിലെ തേർഡ് മൊഡ്യൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്നുള്ളതാണ്. ഇവിടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്നുള്ളതിൽ കൂടുതലായിട്ട് വരുന്നത് നമ്മളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ഹിസ്റ്ററി, കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, നീഡ്, സിഗ്നിഫിക്കൻസ്, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ്. നമ്മൾ BEd പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരം വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ, അതുപോലെ ടാക്സോണമി. നമുക്കറിയാം ബെഞ്ചമിൻ ബ്ലൂംസ് ടാക്സോണമി. Excuse me. Yes. Somebody's mic is on. Your voice is not clear. Add mic on ആണ്. Can you please control it, sir? I request the participants to switch off your mic. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ പ്ലീസ് ഓഡിയോ മ്യൂട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ പരിപാടിയുടെ തുടക്കത്തിലേ പറഞ്ഞു, സുഗമമായ നടത്തിപ്പിന് ഓഡിയോ മ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരം ഈ ഒരു സെഷന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. Muhsina Shamir, please mute your mic. Muhsina, please mute. Okay. Okay, I think it's better now. പിന്നീട് വരുന്നത് നമുക്ക് ടാക്സോണമി ആണ്. ബ്ലൂംസ് ടാക്സോണമി, ഓൾഡ് ആൻഡ് റിവൈസ്ഡ്. ബ്ലൂംസ് ടാക്സോണമി, ഓൾഡ് ടാക്സോണമി, അതോടൊപ്പം തന്നെ റിവൈസ് ചെയ്ത ടാക്സോണമി. പിന്നെ പെഡഗോജിക് അനാലിസിസ്, പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, സൈക്കോളജിക്കൽ ബേസിസ്. അതായത് ഇവിടെ സൈക്കോളജിക്കൽ തിയറീസ് ആണ് വരുന്നത്. പിയാഷെ, ബ്രൂണർ, ഗാറ്റ്നി, വൈക്കോട്സ്കി, ഓസ്വെൽ, ഗാർട്ട്നർ, ഇത്തരം സൈക്കോളജിക്കൽ തിയറീസ് ആണ് വരുന്നത്. പിന്നീട് വരുന്നത് നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്. നമുക്കറിയാം ഇംഗ്ലീഷിന്റെ മോഡൽസ് എന്ന് പറയുമ്പോൾ സിനപ്റ്റിക്സ് മോഡൽസ് എല്ലാം പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അത്തരം മോഡൽസ് ആണ് വരുന്നത്. DIM, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മോഡൽ, അത്തരം മോഡൽസ് ഓഫ് ടീച്ചിങ്. Then individualized instruction,
പിന്നീട് അതുപോലെ കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ട്, NCF, KCF എക്സെട്ര. ദെൻ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, അവിടെ നമുക്ക് ലാംഗ്വേജ് ലബോറട്ടറി, അതുപോലെ ലൈബ്രറി, AV aids, ഓഡിയോ വിഷ്വൽ aids, ഇതെല്ലാം നമുക്ക് ആ ഒരു ടോപ്പിക്കിനുള്ളിൽ വരുന്നുണ്ട്. പിന്നെ അസസ്മെന്റ് പാർട്ടിലാണ്, അതായത് ഇവാലുവേഷൻ, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, നമുക്കറിയാം റിലയബിലിറ്റി, ഓക്കെ, അത്തരം BEd ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. Then last one, teacher, that is qualities and competencies, different roles, okay, personal qualities. ഇത്തരം ടോപ്പിക്സ് ആണ് നമുക്ക് പാർട്ട് എയിലെ തേർഡ് മൊഡ്യൂളിന് താഴെയായിട്ട് വരുന്നത്. ഇനി പാർട്ട് ബിയിലേക്ക് കടക്കുമ്പോഴാണ് നമുക്കറിയാം ഇതാണ് നമ്മുടെ കോർ സബ്ജക്ട് എന്നുള്ളത്. ഇതിലാണ് നമുക്ക് കൂടുതലായിട്ട് പ്രിപ്പറേഷന് ആവശ്യമായിട്ട് വരിക. കാരണം ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഇവിടെ ഡീറ്റെയിൽ സിലബസ് പ്രൊവൈഡഡ് ടു us. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കറിയാം ഇപ്പോൾ ഒരു സെറ്റിന്റെ സിലബസ് അല്ലെങ്കിൽ നെറ്റിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കേട്ടിന്റെ സിലബസ് ആണെങ്കിലും ഇത്രയും ഡീറ്റെയിൽഡ് ഒരു സിലബസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പഠിച്ചെടുക്കാനും അതിലേക്കുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് അതൊരു ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അപ്പൊ ഇതിൽ മെൻഷൻ ചെയ്യുന്ന പോയട്രി, ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഡ്രാമ, പ്രോസ്, ഫിക്ഷൻ, ലിറ്റററി ക്രിറ്റിസിസം, ഈ ഒരു 8 മൊഡ്യൂൾസിൽ ഇതിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ടോപ്പിക്സിൽ നമ്മൾ ശരിയായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ മാക്സിമം പ്രിപ്പറേഷൻ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഒരുപാട് എക്സ്ട്രാ റീഡിങ്, ഒരുപാട് പ്രാക്ടീസ് അത്തരം ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ സ്കോർ മുകളിലേക്ക് പോകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇവിടെ സ്കോർ മുന്നിലേക്ക് പോകണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ഫസ്റ്റ് റാങ്കിന് വേണ്ടി നോക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അതിനടുത്തേക്കെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോർ സബ്ജക്റ്റിൽ തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ പറഞ്ഞു 8 modules ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പോയട്രി, സെക്കൻഡ് വൺ ഇസ് ഡ്രാമ, തേർഡ് വൺ ഇസ് പ്രോസ് ആൻഡ് ഫിക്ഷൻ, ഫോർത്ത് ഇസ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് സം ടേംസ്. Then the fifth one is linguistics, phonetics and history of language. The sixth is modern English language. Seventh is basic grammar, and the eighth one teaching of English. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പോയട്രി എടുത്തു കഴിയുമ്പോൾ ഇവിടെ 23 poems ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 23 poems. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒന്നുകിൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവരാണെങ്കിൽ PG പഠിച്ചതായിട്ട് വരും. അതിൽ വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ പഠിക്കാത്തതായിട്ടുള്ള വർക്ക്സ് വരുന്നുള്ളൂ. കാരണം ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ പോപ്പുലർ ആണ്. ഇതിൽ സോണറ്റ് 121 ആണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കറപ്ഷൻ, ഓണസ്റ്റി, അതൊക്കെയാണ് തീംസ് വരുന്നത് അതില്. പിന്നെ അതുപോലെ ജോൺ ഡൺ, മെറ്റഫിസിക്കൽ പോയിന്റ് ജോൺ ഡൺ, അദ്ദേഹത്തിന്റെ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ്, അദ്ദേഹത്തിന്റെ വൈഫ് ആനി മോർ, നിങ്ങൾ എല്ലാവരും ഓർത്ത് നോക്കൂ, നമ്മളെല്ലാവരും പഠിച്ച ഒരു പോയമാണത് ജോൺ ഡണ്ണിന്റെ മെറ്റഫിസിക്കൽ പോയിന്റിന്റെ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്നുള്ളത്. ആൻ മോറിനോട് യാത്ര പറഞ്ഞ് പോകുന്ന ആ ഒരു സെപ്പറേഷൻ അത് കാണിക്കുന്നതാണ്. ഒരു കമ്പസിന്റെ മെറ്റഫർ അല്ലെ, ആ ഒരു ഇമേജ്, ആ ഒരു മെറ്റഫിസിക്കൽ കൺസീറ്റ് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ എല്ലാവരും ഓർത്തു വെച്ചിട്ടുണ്ടായിരിക്കാം, കമ്പസ് ആയിട്ട് ഇതാക്കുന്നത്. ദെൻ മിൽട്ടൺ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ പോം ആണ് ആക്ച്വലി ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളത്. ബ്ലൈൻഡ് ആയതിനു ശേഷമാണ് അദ്ദേഹം ആക്ച്വലി ഒരുപാട് നല്ല വർക്ക്സ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരം ഒരു വർക്കാണ് മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്. ദെൻ ഗ്രേസ്, ഗ്രേവിയാർഡ് പോയിന്റ് ആണ് ഗ്രേ, തോമസ് ഗ്രേ, ഗ്രേവിയാർഡ് പോയിന്റ്. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, നമുക്കറിയാം എലിജി എന്ന് പറയുമ്പോൾ ആക്ച്വലി ലാമെന്റിംഗ് ദ ഡെത്ത് ഓഫ് സംവൺ. പക്ഷെ ഇവിടെ ഗ്രേയുടെ ഈ ഒരു എലിജിയുടെ പ്രത്യേകത പലപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതും ഇറ്റ് ലാമെന്റ്സ് ദ ഡെത്ത് ഓഫ് കോമൺ മെൻ, അല്ലാതെ ഒരാൾക്ക് വേണ്ടി ഒരാളുടെ മരണത്തിൽ തുച്ഛിച്ച് എഴുതുന്നതല്ല, കോമൺ മെൻ. അങ്ങനെ അവർക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് എടുത്തുകൊണ്ടുള്ള ഒരു ലാമെന്റേഷൻ ആണ് ഗ്രേയുടെ ഈ ഒരു എലജിയുടെ പ്രത്യേകത. അതുപോലെ എപ്പോഴും ക്വസ്റ്റ്യൻസിൽ സെറ്റിലാണെങ്കിലും നെറ്റിലാണെങ്കിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു വില്ലേജ് മെൻഷൻ ചെയ്തിട്ടുള്ള വില്ലേജ്, സ്റ്റോക്ക്ഗസ് എന്നുള്ള വില്ലേജ്. നിങ്ങൾ എല്ലാവരും അത് ഓർത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ആ പോം വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും. ദെൻ വേർഡ്സ്വർത്ത് ടിൻറ്റർനബെ എന്നുള്ള ഒരു പോം, നിങ്ങൾക്കറിയാതെ ലിറിക്കൽ ബലാഡ്സിൽ ലാസ്റ്റ് വരുന്ന പോയമാണ് ടിൻറ്റർനബെ. ആ ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മെമ്മറീസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് മെൻഷൻ ചെയ്യുന്ന ഒരു പോമാണ്. ദെൻ ഷെല്ലീസ് ടൂവേഴ്സ് സ്കൈലാർക്ക്, അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. അതിന്റെ ഒരു സ്കൈലാക്കിന്റെ ഫ്രീഡം, അതുപോലെ സ്കൈലാക്കിനെ ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട് റോസ് ആയിട്ടും അങ്ങനെ വീനസ് ദ പ്ലാനറ്റ് ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. Then Keats ode on a Grecian earth, beauty is truth and truth beauty എന്നുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്തിട്ടുള്ള പോവാണ്. Then Tennyson's Ulysses എന്നുള്ളത് ഹോമേഴ്സ് ഒഡീസിനെ മോഡൽ ചെയ്തിട്ടുള്ള ടെനിസന്റെ യൂലിസീസ്. Then Browning My Last Duchess, that is dramatic monologue. Duke of Ferrara അല്ലെ, ഓർത്ത് വരുന്നില്ലേ, Duke of Ferrara. Then Arnold Dovo Beach എന്നുള്ളത് ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെ, ആ ഒരു സമയത്ത് the loss of faith of religion അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പോമാണ് അർണോൾഡിന്റെ ഡോവോ ബീച്ച്. Then W.B. Yeats A Prayer for My Daughter, അവിടെ വരുന്നത് ആക്ച്വലി ആ ഒരു ഫാദർ വിഷിംഗ് ദ ഇൻഫന്റ്, ആളുടെ പേരും ആ ഒരു ഇൻഫന്റിന്റെ പേരും ആനി എന്നുള്ളതാണ് ഓർക്കുന്നു. Then സിൽവിയ പ്ലാത്തിന്റെ ഡാഡി, കൺഫെഷണൽ പോയിന്റ് ആണ് സിൽവിയ പ്ലാറ്റ്, ഡാഡി ഓട്ടോ പ്ലാറ്റ്.
ഓട്ടോബ്ലാറ്റ് നാസി ഒറിജിൻ ആണ്. അവിടെ വരുന്ന കുറെ ഒപ്രഷൻ ഒക്കെയാണ് ആ പോയത്തിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ടാഗോർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ എന്നുള്ള ഒരു പോം അത് ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. ഹിസ് പ്രയർ ടു സേവ് ദ നേഷൻ ഫ്രം ഈവിൽ, അതാണ് ടാഗോറിന്റെ ആ ഒരു പോയത്തിലെ മെസ്സേജ്. ദെൻ നിസി മെസിക്കൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, ഒരുപാട് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, അമ്മേനെ സ്കോർപ്പിയൻ കുത്തുന്നതും അതുമായിട്ട് ഉള്ള വില്ലേജേഴ്സിന്റെ ബിലീഫ്, അതൊക്കെയാണ് ആ ഒരു പോയത്തിൽ വരുന്നത്. കമലാദാസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ പോയറ്റിക് സെൽഫ്, ഒരു പോയറ്റിക് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോമാണ് ഇൻട്രൊഡക്ഷൻ. AK രാമാനുജൻ ഒബിച്ചോറി, അച്ഛൻ മരിച്ചതിൽ വേദനിച്ച് ഡിസപ്പോയിന്റഡ് ആയി എഴുതുന്ന ഒരു പോം. അവിടെ പറയുന്നുണ്ട് ലെഗസി എന്ന് പറയുന്നത്, ബാക്കി ഇരിക്കുന്ന ലെഗസി എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൺലി പോവർട്ടി ആൻഡ് ബർഡൻ ഫോർ ദ സൺസ്. ദെൻ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോം ബെറിയൽ, അവിടെ ഒരു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ കപ്പിൾ വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് എ ചൈൽഡ്. അങ്ങനെ ഒരു ലൈഫ് ട്രാജഡി ആണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഹോം ബെറിയലിൽ വരുന്നത്. എമിലി ഡിക്കിൻസൺസ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഇമോർട്ടാലിറ്റി, എറ്റോണിറ്റി, ഇതിലെല്ലാം അത്തരം എബ്സ്ട്രാക്ഷൻസ് കൊടുത്തുകൊണ്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ് എമിലി ഡിക്കിൻസൺ. മരണം വരികയാണ് അല്ലെ. ദെൻ വോൾസോയിക്കാസ് ടെലിഫോണിക് കോൺവെർസേഷൻ. വോൾസോയിക്ക നമുക്കറിയാം നോബൽ പ്രൈസ് വിന്നർ ആണ്. ടെലിഫോണിക് കോൺവെർസേഷൻ എന്നുള്ളത് ആക്ച്വലി ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. ഒരു ബ്ലാക്ക് ലേഡി ഒരു വൈറ്റിനെ വിളിക്കുകയാണ്, അല്ലെ, സോറി, ഒരു ബ്ലാക്ക് മെൻ അയാള് ഒരു വൈറ്റ് ലേഡീനെ വിളിച്ചുകൊണ്ട് ഒരു റെന്റ് റൂം കിട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു റേഷ്യൽ പ്രജുഡീസ് ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ടെലിഫോൺ കോൺവെർസേഷനിൽ വരുന്നത്. മീന അലക്സാണ്ടർ, ഹൗസ് ഓഫ് 1,000 doors. Then Margaret Atwood, this is a photograph of me. ഡേവിഡ് ഡാബ്സ്, ആഫ്രിക്ക, അതിലെ കൊളോണിയലിസം, പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്ക, അതുപോലെ പ്രീ കൊളോണിയൽ ആഫ്രിക്ക, ആഫ്രിക്കയുടെ പല അവസ്ഥകളൊക്കെയാണ് ആ ഡേവിഡ് ഡാബിന്റെ ആഫ്രിക്ക എന്നുള്ള പോയത്തിൽ വരുന്നത്. ആക്ച്വലി ഒരു ഡ്രാമാറ്റിക് മോണോലോഗ് പോലെയാണ്, അതായത് സ്പീക്കർ ടോക്കിംഗ് ടു ആഫ്രിക്ക എന്നുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. Then Jack Dever's Aboriginal Australia. Aboriginal means ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്നുള്ളതാണ് അബോറിജിനൽ എന്നുള്ളതിന്റെ മീനിങ്. അപ്പൊ അവർക്ക് സഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർജിനലൈസേഷൻ പറയുന്ന ഒരു ഫോമാണ് ജാക്ക് ഡേവിസിന്റെ അബോറിജിനൽ ഓസ്ട്രേലിയ. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കണ്ടുപോയത് പോയട്രിയുടെ ഒരു സെഷനാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന 23 പോയിന്റ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിലെ ടോപ്പിക്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിൽ എത്ര എണ്ണം നമുക്ക് അറിയാത്തതുണ്ടാവും. ഇതില് ഒരുപാടെണ്ണം നിങ്ങൾ എല്ലാവരും വായിച്ചത് തന്നെ ആയിരിക്കും. ഇനി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനും അതുപോലെ ഇതിലിപ്പോ ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ പറയുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എൽജി റിട്ടേണിനെ കൺട്രി ചോദിച്ചാൽ എന്നുള്ള ആ മെൻഷൻ ചെയ്യുന്ന വില്ലേജ് ഏതാണ്, അത്തരം ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അതുപോലെ ഓരോന്നിൽ വരികയാണെങ്കിലും അത്ര ജോൺ ഡണിന്റെ വാലിഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്നുള്ളതിൽ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ആ വൈഫിന്റെ പേര് എന്താണ്, ഓക്കെ, സെപ്പറേറ്റിംഗ് ദ വൈഫ്, അപ്പൊ ആ വൈഫിന്റെ പേര് എന്താണ്, അത്തരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളത്. ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയം പഠിക്കുക എന്നുള്ളതിലുപരി അതിലെ ലൈൻസ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിലെല്ലാം ഒരു ലൈൻ തന്ന് അതിന്റെ ഒരു വേർഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രേസ് മിസ്സിംഗ് ആയിട്ട് തരും, അപ്പൊ നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിലെ എല്ലാ പോയിന്റ്സിന്റെയും ലൈൻസ് നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബൈഹാർട്ട് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ ആ പോയം നമ്മൾ ഓരോന്നും വായിക്കുമ്പോൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഓരോ പോയത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കണം. പിന്നെ അതുപോലെ ഇതിലെ റൈറ്റേഴ്സിന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അവാർഡ്സ് ഉണ്ടെങ്കിൽ അതുപോലെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഫോർ എക്സാമ്പിൾ കൺഫെഷണൽ പോയിറ്റ്സ്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്, ഓക്കെ, അങ്ങനെ അത്തരം പോയിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ അതും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. നോബൽ പ്രൈസ് വിന്നേഴ്സ്, അതെല്ലാം നമ്മൾ ഓർക്കണം. Okay, and the next, going to the next module, drama എന്നുള്ള മൊഡ്യൂളിലേക്ക് കടക്കുകയാണെങ്കിൽ someone is playing with annotation, please don't do so. ഓക്കെ, ഡ്രാമ എന്നുള്ളതിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഷേക്സ്പിയറിന്റെ മാക്ബത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്, നമ്മൾ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് മാക്ബത്തിന്റെ ആ ഒരു ട്രാജഡി ഓഫ് ഷേക്സ്പിയർ. Then Sheridan School for Scandals, Comedy of Manners, അല്ലെ, School for Scandals, greatest comedy of manners എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then Oscar Wilde, The Importance of Being Earnest എന്നുള്ള മറ്റൊരു ടോപ്പിക്, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. Then Ibsen's Doll's House, that's a problem play by Ibsen. Then Shaw's Pygmalion വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. എലിസ ഡൂലിറ്റിൽ എന്നുള്ള ഒരു കഥാപാത്രത്തെ നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും, ഹെർ ട്രാൻസ്ഫോർമേഷൻ, അല്ലെ. Then Jameson's Riders to the Sea, മൗര്യ എന്നുള്ള ഒരു അമ്മയുടെ ഒരു ഫേറ്റ്, ട്രാജിക് ഫേറ്റ്. ഷീ ലോസ്റ്റ് all the men of her family, 9 men, almost I think 9 men in her family. അപ്പൊ അത്തരം നമ്പേഴ്സ് നമ്മൾ ഓർത്ത് വെക്കണം, എത്ര പേര് മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ അവിടെ ഇപ്പൊ റൈഡേഴ്സ് ടു ദ സീ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ളതും നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ നോറ എന്നുള്ള കഥാപാത്രം വരുന്നത് നമുക്കറിയാം ഡോൾസ് ഹൗസിലെ കഥാപാത്രമാണ്. അപ്പൊ അത്തരം ക്യാരക്ടേഴ്സിനെ നമ്മൾ ഓർത്ത് വെക്കണം. ദെൻ സാമുവൽ ബെക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗോദോ, അബ്സേർഡ് ഡ്രാമയാണ്.
ഓക്കെ, അവിടെ എടുത്തു പറയുകയാണെങ്കിൽ അബ്സർഡ് ഡ്രാമ എന്നുള്ള അല്ലെങ്കിൽ അബ്സർഡ് തിയേറ്റർ, ഓക്കെ, അബ്സർഡ് തിയേറ്റർ കോയിൻ ചെയ്തത് മാർട്ടിൻ എസ്ലിൻ ആണ്. അപ്പൊ അത്തരം റിലേറ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. then അതുമില്ല ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ടെനിസ് വില്യംസ്, ഗ്ലാസ് മാനേജറി എല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കും. ലോറ, ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്ലാസ് മാനേജറിലെ ഒരേ ഒരു ക്വസ്റ്റ്യൻ വന്നത് ലോറ ഈസ് ഓൾസോ നോൺ ആസ്, ലോറയുടെ മറ്റൊരു പേരാണ് ലൂ റോസസ് എന്നുള്ള ആ ഒരു പേര്, ജിം ആണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് അവിടെ വന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. ഗിരീഷ് കർണാൽ, നാഗമണ്ഡല, റാണി എന്നുള്ള ഒരു ന്യൂലി മാരീഡ് വുമൻ, അവരുടെ കുറെ പ്രോബ്ലംസ് ഒക്കെ പറയുന്ന ഒരു വർക്കാണ് ഗിരീഷ് കർണാട്സ് നാഗമണ്ഡല. നെക്സ്റ്റ് ആണ് അവിടെ ഫ്രാൻസിസ് ബേക്കൺ ഓഫ് സ്റ്റഡീസ്, അദ്ദേഹത്തിന്റെ ഒരുപാട് എസ്സേസ് വരുന്നുണ്ട്, എഡിഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെ എഡിഷൻ ഏതൊക്കെ ഇയർ എന്ന് ഓർത്ത് വെക്കണം. ഓഫ് സ്റ്റഡീസിലെ കോട്ട്സ് അല്ലെങ്കിൽ ആ സെന്റൻസ് നമ്മൾ മസ്റ്റ് ആയിട്ടും വായിക്കേണ്ടതാണ്. ലാസ്റ്റ് ഇയറിൽ വന്നതാണെങ്കിലും അത്ര ഒരു സെന്റൻസ് ആണ്. ഓർണമെന്റേഷൻ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ അഫക്ടേഷൻ എന്നുള്ള ഒരു കോട്ടാണ് അതിൽ നിന്ന് വന്നതെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതിൽ ഓരോന്നും ഇപ്പൊ റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ, ഓക്കെ, അത്തരം സെന്റൻസസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ആൻസേഴ്സ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ദെൻ സ്റ്റീലിന്റെ വരുന്ന റിച്ചാർഡ് സ്റ്റീലിന്റെ ട്രംപറ്റ് ക്ലബ് എന്നുള്ള ഒരു ഇതാണ്. ഈ ട്രംപറ്റ് ക്ലബില് 5 മെമ്പേഴ്സ് അവർ തമ്മിൽ നടത്തുന്ന കോൺവെർസേഷനെ കുറിച്ചും അവർക്ക് ഓരോരുത്തർക്കും കുറിച്ചിട്ടുള്ള കുറെ റോളിനെ കുറിച്ചൊക്കെയാണ് റിച്ചാർഡ് സ്റ്റീൽ അതിൽ മെൻഷൻ ചെയ്യുന്നത്. Then A.G. Gardner's on the rule of the road, liberty യെ കുറിച്ച് പറയുന്ന ഒരു വർക്കാണ്. Then E.M. Forster on tolerance, actually സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതോടനുബന്ധിച്ച് അല്ലെങ്കിൽ 1938 തോന്നുന്നു അത് പബ്ലിഷ് ചെയ്യുന്നത് E.M. Forster's on tolerance എന്നുള്ള വർക്ക്. അപ്പൊ അത്ര ടോളറൻസിന്റെ ആവശ്യകതയാണ്. ഓക്കെ, ആ ഒരു വേൾഡ് മൊത്തം ഇതായി പോയ സമയത്ത്, വേൾഡ് വാർ വന്ന് എല്ലാവരും സ്പ്ലിറ്റ് ആയ സമയത്ത് ടോളറൻസിന്റെ ആവശ്യകത പറയുന്ന ഒരു വർക്കാണ് E.M. Forster's on tolerance. Then Bertrand Russell's function of a teacher, അതായത് to teach equality എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Then Dr. Radhakrishnan, humanities versus science, രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ഹ്യൂമാനിറ്റീസ് സയൻസ് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് പോകേണ്ടതിന്റെ ആവശ്യകതയാണ് അദ്ദേഹം പറയുന്നത്. എമിലി ബ്രോണ്ടീസ് വുതറിംഗ് ഹൈറ്റ്സ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാക്കി. ബ്രോണ്ടി സിസ്റ്റേഴ്സ് വെരി പോപ്പുലർ. Then George Orwell's Animal Farm, that's a satirical allegory, അല്ലെ, നല്ലൊരു വർക്കാണ്, ഡിസ്റ്റോപ്പിയൻ നോവലാണ് ജോർജ് ഓർവെൽസ് ആനിമൽ ഫാം. അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കുറെ ആനിമൽസ്, അത് ഏതാന്നൊക്കെ ഓർത്ത് വെക്കണം. Then Hemingway's The Old Man and the Sea, ശശി ദേശ്പാണ്ഡെ's Root and Shadows, ശശി ദേശ്പാണ്ഡെ അതിൽ ഇൻടു എന്നുള്ള ഒരു ക്യാരക്ടറെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. Then അരുന്ധതി റോയ് The God of Small Things, എല്ലാവരും ഉറപ്പായിട്ടും വായിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then ടോണി മോറിസൺ ബ്ലൂവസ്റ്റ് ഐ, അതും ഒപ്രഷൻ കാണിക്കുന്ന മറ്റൊരു വർക്കാണ് ഈ ഒരു ടോണി മോറിസൺ ബ്ലൂവസ്റ്റ് ഐ. ഇത്രമാണ് പ്രോസ് ആൻഡ് ഫിക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് കംസ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടോൺസ്. ഇവിടെ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ രസ ആൻഡ് ധ്വനി, അതായത് ഇന്ത്യൻ എസ്തെറ്റിക്സ്, ഭരതമുനി അവരുമായി ബന്ധപ്പെട്ടുള്ള രസ ധ്വനി തിയറി, ഓക്കെ, അതാണ് വരുന്നത്. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് നമുക്കറിയാം, ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടൽ, അദ്ദേഹത്തിന് വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ് പോയറ്റിക്സ്. അതിൽ ട്രാജഡി ആണ് സുപ്പീരിയർ എന്ന് അദ്ദേഹം പറയുന്നു, വളരെ നല്ലൊരു വർക്കാണ്. വേർഡ്സ്വർത്ത് പ്രിഫേസ് ടു ലിറിക്കൽ ബല്ലാഡ്സ്, നമുക്കറിയാം ലിറിക്കൽ ബല്ലാഡ്സിന്റെ പബ്ലിക്കേഷനിലൂടെയാണ് ആക്ച്വലി റൊമാൻറ്റിസിസത്തിന് തുടക്കം കുറിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ലിറിക്കൽ ബല്ലാഡ്സിന്റെ 3 എഡിഷൻസ് വരുന്നുണ്ട്. നമുക്കറിയാം 1798 പിന്നെ 18,000 and 1802. ഇതില് ഫസ്റ്റ് ലിറിക്കൽ ബല്ലാഡ്സ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നു, ഒരുപാട് ക്രിറ്റിസിസം വന്നു. അപ്പൊ വേർഡ്സ്വർത്ത് ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണെന്ന് പറയുന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു പ്രിഫേസ് ടു ലിറിക്കൽ ബല്ലാഡ്സ് എഴുതി. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിഫേസ് ടു ലിറിക്കൽ ബല്ലാഡ്സ്. അതുകൊണ്ട് തന്നെ കോളറേജ് ഹി ഫെൽറ്റ് ഡിസാർട്ടൻഡ് ആൻഡ് സോ ഹി ടു റൈറ്റ് സംതിങ്. അങ്ങനെയാണ് ഈ ഒരു ബയോഗ്രഫിയ ലിറ്റററിയ എന്ന നെക്സ്റ്റ് വർക്ക് വരുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രിഫേസ് ടു ലിറിക്കൽ ബല്ലാഡ്സ് ആൻഡ് ബയോഗ്രഫിയ ലിറ്റററിയ. ദെൻ എർണോൾഡ്സ് സ്റ്റഡി ഓഫ് പോയട്രി, അത് വളരെ ടച്ച് സ്റ്റോൺ മെത്തേഡ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് അർണോൾഡ്. ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതാണ് ചോദിക്കുന്നത്, ടച്ച് സ്റ്റോൺ മെത്തേഡ് കൊണ്ടുവന്നത് അർണോൾഡ് ആണ്. ഇനി ടച്ച് സ്റ്റോൺ മെത്തേഡ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ലോഞ്ചിനസിന്റെ ആ ഒരു ഐഡിയ എന്നാണ് വരുന്നത്. ഓക്കെ, അത്തരം ക്വസ്റ്റ്യൻസ്, അത്തരം റിലേറ്റഡ് ഫാക്ട്സ് ചോദിക്കാനുള്ള ഒരു ഇതുണ്ട് എപ്പോഴും. അപ്പൊ അത്തരം ഫാക്ട്സ് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് എലിയോട്ട്, ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലന്റ്. അതിൽ നമുക്കറിയാം എലിയോട്ടിന്റെ ആ ഒരു ഡീപേഴ്സണലൈസേഷൻ, തിയറി ഓഫ് ഡീപേഴ്സണലൈസേഷൻ, അതായത് പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ ബട്ട് ഇറ്റ് ഇസ് ദ എസ്കേപ്പ് ഫ്രം ഇമോഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തിയറിയാണ് എലിയോട്ടിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ദെൻ സെഷൂറെ നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സയൻസ്. ദെൻ ഷോൾട്ടേഴ്സ് ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. നമുക്കറിയാം ഷോൾട്ടർ, ലെയിൻ ഷോൾട്ടർ എന്ന് പറയുമ്പോൾ ഗായ ക്രിറ്റിസിസം കോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷോൾട്ടർ. അതിൽ 3 ഫേസസ് പറയുന്നുണ്ട്, ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഓക്കെ, ഫീമെയിൽ ഫേസ്. ആ ഫേസസ് എന്തൊക്കെയാണ്, അതിൽ പെടുന്ന ഓരോ
വ്യക്തികൾ ആരാണ്, അതൊക്കെയാണ് നമുക്ക് അവിടെ ഓർക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസത്തോടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ച് ടേംസ് ആൻഡ് മൂവ്മെന്റ്സ് ഇവരുടെ പറയുന്നുണ്ട്. ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമാനിസം, റിയാലിസം, മാജിക്കൽ റിയാലിസം, അങ്ങനെ സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം, പോസ്റ്റ് മോഡേണിസം, മോഡേണിസം ടു പോസ്റ്റ് മോഡേണിസം, അത് വരെ വരുന്നുണ്ട്. അപ്പൊ ഈ ടേംസ് ആൻഡ് മൂവ്മെന്റ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെ നമ്മൾ ആ ഒരു ഓർഡറിൽ സ്റ്റാർട്ടിങ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതൽക്ക് അതുപോലെ ലാസ്റ്റ് വരുന്ന പോസ്റ്റ് മോഡേൺ പീരീഡ് വരെയുള്ള ഓർഡർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സിൽ, അതായത് ഓരോ മൂവ്മെന്റ് എന്തുകൊണ്ട് വന്നു, അതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്നുള്ളത് ആ ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന നമ്മളുടെ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആണ്. ലിറ്ററേച്ചർ പാർട്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ഇവിടെ വരുന്നത്. ഫോണോളജി, മോർഫോളജി, സിന്റാക്സ്, സെമാറ്റിക്സ്, ലാംഗൻബറോൾ, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് നോംചോംസ്കി, organs of speech വരുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്, സ്ട്രെസ്, റിതം, ഇൻടോണേഷൻ. ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു വേർഡ് തന്നെ അതിന്റെ സ്ട്രെസ് മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളതിൽ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വേർഡ്സ് തരുന്നുണ്ട്. ഓക്കെ, സെന്റൻസ് ഒന്നും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തരില്ല, വേർഡ്സ് മാത്രമേ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ കൂടി അറിയണം. ദെൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡ്സ്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ, ഫ്രഞ്ച്, ഇന്ത്യൻ, ഇംഗ്ലീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, ആഫ്രിക്കൻ. അവിടെ ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അമേരിക്കൻ, ഓസ്ട്രേലിയൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വേർഡും ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്, മൊഡ്യൂൾ 6 ആൻഡ് മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ഗ്രാമർ തന്നെ വരുന്നത്, സെന്റൻസ് കറക്ഷൻ മുതൽ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് ആക്ച്വലി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്റ്റുഡൻസിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത്. 50 മാർക്സ് എന്നുള്ളത് നമ്മൾ ലിറ്ററേച്ചർ ഡീപ്പായി പഠിച്ചുകൊണ്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടതാണ്. 30 മാർക്സ് എന്ന് പറയുന്നത് ജനറൽ ആണ്. ഓക്കെ, ആൻഡ് ബാക്കി നമുക്ക് ഈ 20 മാർക്സ് ആക്ച്വലി നമുക്ക് ഇവിടെ കുറച്ച് ശ്രദ്ധ ഉണ്ടെങ്കിലും അതുപോലെ കുറച്ച് കൂടുതൽ പ്രാക്ടീസ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി ആൻസർ ചെയ്യാൻ സാധിക്കും. വൊക്കാബുലറി, സിനോണിംസ്, സാധാരണ എല്ലാ PSC എക്സാംസിനും വരുന്ന അത്തരം ഈസി ആയിട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കണം അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, ടെൻസ് ഫോംസ്, phrasal verbs, conjunction, reported speech ലാക്കാൻ പറയുന്ന sentences, voice, okay, active and passive voice, question tags, transformation, ഇതാണ് ഇവിടെ മൊഡ്യൂൾ 7 വരുന്നത്. Now മൊഡ്യൂൾ 8 എന്ന് പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് നിങ്ങൾ B.Ed കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ കേഡറ്റ് സെറ്റ് എന്തെങ്കിലും വേണ്ടി പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോഴും പഠിച്ച ഒരു കാര്യം തന്നെയായിരിക്കും. നമുക്ക് ഇതില്ല ഒന്നുമില്ല. ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, അത്തരം സ്കൂൾസ് ഓഫ് തോട്ട്. Then skills and sub skills of listening, speaking, reading, writing, LSRW. Then yes. Okay, thank you. Language acquisition and learning. Krashen. What is acquisition? What is language learning? അതുപോലെ സ്റ്റീഫൻ ക്രാഷൻസ് തിയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാക്കി. എഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളുടെ കുറെ ഇമോഷൻസ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതിൽ നിന്നും നമ്മളെ ഒരു ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചാണ് ക്രാഷൻ പറയുന്നത്. ഒരു കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രാഷിന്റെ തിയറി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി. ദെൻ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് മുതൽ ഓക്കെ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ്, ഓക്കെ ബൈലിംഗ്വൽ മെത്തേഡ്സ്, SOS സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ അപ്രോച്ച്, അത്തരം അപ്രോച്ചസ് ആൻഡ് മെത്തേഡ്സ് വരുന്നുണ്ട്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ICT. Then teaching of prose, poetry, grammar, testing, evaluation, learner types, audio, visual learners, okay, or other visual learners, auditory learners, kinesthetic learners, pala type of learners undallo, antaram learners. Then teaching learners with disability. Disability എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ അതിനെ കുറിച്ച് അറിയണം, അവരെ എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ച്. Then NCF KCF. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഇത് കാണുമ്പോൾ വളരെ വൈഡ് ആണ്, നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുമെങ്കിലും ഇറ്റ്സ് റിയലി ഈസി ഫോർ us. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഇത് മുഴുവനായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇത് പഠിക്കുക എന്നുള്ളത് പറയുമ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും കൂടുതൽ അറിയണം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. സോ ഐ വിൽ ഷെയർ സം ഓഫ് മൈ ടിപ്സ് ആൻഡ് ട്രിക്സ് വിത്ത് യു. ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് ഇത് കമ്പാരിറ്റീവ്ലി. നെറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം, അതിന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന പോയിന്റ്സ് അതാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, അതാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടതുള്ളൂ. അപ്പൊ അത്തരം പോയിന്റ്സ് നമ്മൾ ഓരോന്ന് വായിക്കുക, അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് എല്ലാം നമ്മൾ കിട്ടിയതിനു ശേഷം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോട്ട് മേക്കിംഗ് നമ്മൾ ഉണ്ടായിരിക്കണം. ഒരു കറക്റ്റ് ടൈം നമ്മൾ അലോട്ട് ചെയ്യണം.
നമുക്കൊരു പ്രോപ്പർ ടൈം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ ടോപ്പിക്സ് ഇതിൽ ഏതാണ് നമ്മുടെ ഏരിയ ഓഫ് ഡിഫിക്കൽട്ടി എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. ഓരോരുത്തർക്കും ഓരോ ഏരിയാസ് ആയിരിക്കും. ചിലര് കമ്പയർ ചെയ്യുമ്പോൾ ക്രിറ്റിസിസം ആയിരിക്കും ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, ചിലർക്ക് പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ ഏതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഡിഫിക്കൽട്ടി അതിലേക്ക് കൂടുതൽ ടൈം ഇടുന്ന രീതിയിൽ നമ്മളൊരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള നല്ല മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ, നല്ല മെറ്റീരിയൽസ് ഇവിടെ നിങ്ങൾക്ക് മോട്ടീവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ആക്ച്വലി മോട്ടീവിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരം മെറ്റീരിയൽസ് അതിനോടൊപ്പം തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെക്കുന്നത് പ്രാക്ടീസ് ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു മോട്ടീവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലെ ആപ്പിൽ ആക്ച്വലി CTET-ന്റെയും അതുപോലെ KTET-ന്റെയും സെറ്റിന്റെയും ഏർലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വായിക്കാനും പഠിക്കാനും അതിനുശേഷം സ്വയം നമുക്ക് അതിൽ ഒരു ക്വിസ് മോഡിൽ നമുക്ക് ചെയ്തു നോക്കാനും വീണ്ടും നമുക്ക് തെറ്റുകൾ തിരുത്തി വീണ്ടും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് വീണ്ടും അത് ഒന്നും കൂടി പോയി റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗുണമാണ്. അപ്പൊ അത്തരം ഒരു നല്ല മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അതിലേക്ക് പ്രോപ്പർ ടൈം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത് പഠിക്കാൻ പറ്റും. ഇനി നമുക്കറിയാം കൂടുതലായിട്ടും ഇതിൽ ആർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെ വരുമ്പോഴും നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. അതും കൂടുതൽ വർക്കിംഗ് വിമൻ അതുപോലെ മാരീഡ് ആയിട്ടായിരിക്കും. എന്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ എല്ലാം പഠിച്ചതെല്ലാം കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ്. അപ്പോൾ MED-ലൊക്കെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ സാധിച്ചത് തന്നെ ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് അത്രയും സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ നോക്കാനൊന്നും വീട്ടിൽ ആരും ഇല്ല, അപ്പൊ നമുക്ക് തനിയെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്ര ഒരു സന്ദർഭങ്ങളിൽ പലപ്പോഴും ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് വെച്ചുകൊണ്ടാണ് കുക്കിങ്ങും പല കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പൊ അതിനുള്ള ഒരു ഇതും കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്തരം റെക്കോർഡഡ് വീഡിയോസ് വെക്കുമ്പോൾ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ ചെയ്യാം. ബട്ട് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ലിസൺ ഇറ്റ് ടു ഇറ്റ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി കണ്ട് നമുക്ക് അതിന് നോട്ട്സ് ഉണ്ടാക്കണം. നോട്ട് മേക്കിംഗ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു, നോട്ട് മേക്കിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിന്റെ ഒരു സക്സസിനാണെങ്കിലും നല്ലൊരു നോട്ട് മേക്കിംഗ് വേണം എന്നുള്ളത് തോന്നുന്നു. ഒരുപാട് സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് ഒരുപാട് കൂടുതലായിട്ടും നമ്മൾ കാണുന്ന ജനതയിൽ കൂടുതലായിട്ടും വിഷ്വൽ ലേണേഴ്സ് ആണെന്നുള്ളത്. കാരണം നമുക്ക് വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാം. അത് നമ്മളുടെ കൈ കൊണ്ട് തന്നെ എഴുതിയിട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ജസ്റ്റ് എന്റെ ഒരു നോട്ട്സ് ഇവിടെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ്. ഇവിടെ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സിലൂടെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കൊണ്ടുപോകാണ് ഒരു ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഓൾറെഡി അതൊരു വലിയൊരു വർക്കാണ്. 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ 26 ചാപ്റ്റേഴ്സ്. ഇത് എന്റെ ഒരു വേ ഓഫ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഡിഫറെന്റ് പെൻസ് അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന പോയിന്റ്സിനെ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു നോട്ടിൽ എഴുതിയിടാൻ ശ്രമിക്കണം. ഇപ്പൊ നമുക്കറിയാം കൂടുതൽ നമ്മളൊരു ഡിജിറ്റൽ ഏജിലാണ്, നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് കൂടുതൽ ഡിജിറ്റൽ ആയിരിക്കും. പക്ഷെ അതിനെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുമ്പോഴേ നമുക്ക് കൂടുതൽ അതിലേക്ക് എഫേർട്സ് എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് പലതുകൊണ്ടും ഇപ്പൊ കണ്ണുകൾക്കാണെങ്കിലും എല്ലാം കൊണ്ടും അത് ദോഷം ചെയ്തിരിക്കും. അപ്പൊ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നമ്മളൊന്ന് സ്വയം ഒരു റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചതിന് ഒന്ന് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഇത്തരം നോട്ട്സ് ഉണ്ടാക്കാം. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. നമുക്കറിയാലോ പ്ലാറ്റോന്റെ റിപ്പബ്ലിക്കിന്, പ്ലാറ്റോന്റെ വർക്കാണ് റിപ്പബ്ലിക് എന്നുള്ളത് അറിയാം. അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത് തിയറി ഓഫ് ഐഡിയാസ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലെ. പ്ലാറ്റോ എന്ന് പറയുന്നത് ആക്ച്വലി ഐഡിയാസ് അത് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നുള്ളതാണ്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ശരിക്കും ഇങ്ങനെ ഒരു പോയറ്റിക്സ് എഴുതുന്നത് തന്നെ. പിന്നെ അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് എഴുതിയിട്ടില്ല അല്ലെ, നമുക്കറിയാലോ. അത് ലെക്ചേഴ്സ് ആയിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ലെക്ചർ സീരീസ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന് മുന്നിൽ അദ്ദേഹം നൽകിയ ലെക്ചറാണ്. അത് നല്ല കുട്ടികൾ ഇതുപോലെ നമ്മളെ പോലെ ഏതോ നല്ല നോട്ട് മേക്കിംഗ് സ്കിൽസ് ഉള്ള കുട്ടികൾ അവിടെ നല്ല രീതിയിൽ എഴുതി വെച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പോയറ്റിക്സ് കിട്ടിയിരിക്കുന്നത്. അത് മറ്റൊരു കാര്യം. ഓക്കെ, ഇപ്പൊ പ്ലാറ്റോ ഇവിടെ ഈ ഒരു നോട്ടിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, പ്ലാറ്റോ എന്ന് പറയുമ്പോൾ സോക്രട്ടീസിന്റെ ഡിസൈപ്പിൾ ആണ്. ഓക്കെ, പ്ലാറ്റോ ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ ഡിസൈപ്പിൾ ഓഫ് പ്ലാറ്റോ. ഇനി അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ ഈസ് എ ട്യൂട്ടർ ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും നോട്ട്സ് വായിക്കുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. ഞാൻ കരുതുന്നു ഒരുപാട് സ്റ്റഡീസ് എല്ലാം നടത്തിയതിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം വിഷ്വൽസ് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ ഈ ഒരു തിയറി ഓഫ് മൈമസിസ് നമുക്ക് അറിയാലോ, പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ഒരേപോലെ മൈമസിസ് തിയറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താ, ആർട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് മൈമസിസ് മാത്രമാണ്. ഇറ്റ്സ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ആർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൂസ് ആരുടെ വ്യൂ അനുസരിച്ചാണ് ആർട്ട് ഇസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളത്. എന്നാൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് ജസ്റ്റ് മിമിക്കിംഗ് അല്ല. ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവിടെ, അല്ലെങ്കിൽ മൈമസിസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമിറ്റേഷൻ അല്ല, അവിടെ ഓരോ പോയിന്റും റീക്രിയേറ്റ് ചെയ്യാണ്. പഠിച്ച കാര്യങ്ങളെ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളെ അവര് റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള വേർഡ്സ്.
അപ്പൊ അദ്ദേഹം ഇമിറ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒപ്പം പറയുന്നുണ്ട് ഇറ്റ്സ് എ നാച്ചുറൽ ഇൻസ്റ്റിങ് ഇൻ മാൻ, മനുഷ്യരിൽ എല്ലാവരും കാണുന്ന ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ആണെന്ന് പറയുന്നു. ഓക്കെ, അതോടൊപ്പം ഇതിന്റെ നെക്സ്റ്റ് ഒരു പാർട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് കാണാം. ഇതിലെ മെയിൻ ആയിട്ടുള്ള 3 പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നില് മൈമസസ്, തിയറി ഓഫ് മൈമസസ് പറയുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് ജേണേഴ്സ് ഓഫ് പോയട്രി, അതായത് എപ്പിക്, ട്രാജഡി, സറ്റാർ, കോമഡി, ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ട്രാജഡിയാണ് അദ്ദേഹം ഇതിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമുക്കറിയാലോ ഈ ഒരു വർക്കിൽ പോയറ്റിക്സിൽ കൂടുതലായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് ട്രാജഡിയെ കുറിച്ചാണ്. ഇനി ഇവിടെ ജസ്റ്റ് നിങ്ങൾ വരച്ച് കണ്ടു കഴിഞ്ഞാൽ അറിയാം, പോയട്രി എന്ന് പറയുമ്പോൾ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യും. നോബിൾ ആക്ഷൻസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു എപ്പിക് ആവും. നേരെ മറിച്ച് മീൻ ആക്ഷൻസ് ഓഫ് മെൻ ആണ് ഇമിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സെറ്റാർ ഉണ്ടാവും. എപ്പിക്കിൽ നിന്നും ഒരു ട്രാജഡി ഉണ്ടാവും, അതുപോലെ സെറ്റാറിൽ നിന്നും ഒരു കോമഡി ഉണ്ടാവും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചില നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒറിജിൻ ഓഫ് ട്രാജഡി താഴെ കാണാം. ഡിഥറാമ്പിക് സോങ്സ് എന്നാണ് ആക്ച്വലി ട്രാജഡി ഒറിജിൻ ചെയ്യുന്നത്. പിന്നെ ആസ്കലിസ് അതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തു. സോഫോക്ലസ് ആണ് കൂടുതൽ മോഡിഫൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അരിസ്റ്റോട്ടിൽ കരുതുന്നു സോഫോക്ലസിന്റെ വർക്ക് ഈഡിപ്പസ് റെക്സ് എടുത്ത് പറയുന്നുണ്ട് പോയറ്റിക്സ് എന്നുള്ളതിൽ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. സോഫോക്ലസിന്റെ ഈഡിപ്പസ് റെക്സിനെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് പോയറ്റിക്സിൽ. പിന്നെ ഇതിൽ പറയുന്ന ട്രാജഡിയുടെ 6 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്സ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അത്തരം 6 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, മെലഡി, സ്പെക്ടാക്കിൾ. അതിന് ഓരോന്നിനും യൂസ് ചെയ്യുന്ന ഗ്രീക്ക് ടേംസും പലപ്പോഴും ചോദിച്ചതായിട്ട് കാണാം. ഓപ്സ്, സ്പെക്ടാക്കിൾ എന്ന് പറയുന്ന മറ്റൊരു ടേം ആണ്. അതുപോലെ പ്ലോട്ടിനെയാണ് സോൾ ഓഫ് ട്രാജഡി എന്ന് പറയുന്നത്. അതും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോൾ ഓഫ് ട്രാജഡി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പ്ലോട്ട്. ഈ പ്ലോട്ട് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്ലോട്ട്സ് ഉണ്ട്. ഓക്കെ, അതിൽ കോംപ്ലക്സ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡെസിസ് ആൻഡ് ലൂസസ് ഉണ്ടായിരിക്കും. അതായത് ഒരു റൈസിങ് ആക്ഷൻ, ആദ്യം സ്റ്റോറി ഇങ്ങനെ മുകളിലേക്ക് എത്തും, അത് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് വരും. അതായത് ക്ലൈമാക്സിലേക്ക് എത്തും, അത് കഴിഞ്ഞ് താഴത്തേക്ക് വരും. ട്രാജഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അവിടെ എപ്പോഴും അതിന്റെ എൻഡിങ് എന്ന് പറയുമ്പോൾ സഫറിങ്സ് ആയിരിക്കും. പിന്നെ പെരിപേറ്റിയ, അനാഗ്നോസിസ്, സഫറിങ്, ആ 3 ടേംസ് ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്താണ് എന്നുള്ളതായിരുന്നു അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വെരി ഈസി ഫോർ യു. പെരിപേറ്റിയ എന്നുള്ളതാണ് ആൻസർ. സോ അത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ കഥാസിസ് എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദാറ്റ് ഇസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ് എന്നുള്ളതാണ് കഥാസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രാജഡിയുടെ ഭാഗമായിട്ട് ഓരോ ആളുകളിലും ഇത്തരം ഒരു കഥാസിസ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ നടക്കും എന്ന് പറയുന്നു. അദ്ദേഹം എടുത്തു പറയുന്ന 2 ഇമോഷൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. പിറ്റി ആൻഡ് ഫിയർ എന്നുള്ളതാണ് ആ 2 ഇമോഷൻ. അപ്പൊ ഇത്തരം നമ്മൾ വർക്ക്സ് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എക്സാമിന്റെ തലേ ദിവസം ആണെങ്കിൽ ഒരു ക്വിക്ക് റിവിഷൻ നടത്താൻ നമുക്ക് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് വി നീഡ് ടു ഹോപ്പ്, അല്ലെ? നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കണം. നല്ല പ്രതീക്ഷകൾ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. പലരും പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും, ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ളവരെ അറിയാം, ഒരുപാട് പേര് ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതി ശീലമുള്ളവര്, അതിന്റെ ഏജ് ലിമിറ്റിലേക്ക് എത്തിയവര്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളവരെന്ന് പറയുമ്പോൾ ഗോൾഡൻ പീരീഡ് ആണ് നിങ്ങളുടെ. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടൂ എന്നുള്ളതല്ല, ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുക. അപ്പൊ അത് നമുക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ അത് സെറ്റിനും നെറ്റിനും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ആർക്കും അനോട്ടേഷൻ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സമയം കളയുന്നില്ല. സോ വി ഷുഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് ഇയറിൽ നടന്നിട്ടുള്ള കുറെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വളരെ കുറവ് അപ്പോയിന്റ്മെന്റ്സ് മാത്രമേ നടന്നിട്ടുള്ളൂ. തൃശ്ശൂർ ജില്ലയില്, ആലപ്പുഴ ജില്ലയില്, അല്ലെ, പത്തനംതിട്ട ജില്ലയില്, അവിടെയൊക്കെ വളരെ അതായത് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഈവൻ തൃശ്ശൂരിലൊക്കെ പറയുമ്പോൾ 3 ഡിജിറ്റ്സ് 3-4 പേര് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റിൽ. അപ്പൊ അത്തരം ഒരു വാർത്ത അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ ഹൈക്കോടതി ഒരു പുതിയ ഇത് കൊണ്ടുവന്നു, അല്ലെ? അതായത് തസ്തികകൾ സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ അയച്ചാലും ഇവിടെ ആക്ച്വലി കുറച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഊന്നൽ നൽകി നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണിത്. അപ്പൊ ഒരുപാട് നിങ്ങൾ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം, HSA ഇംഗ്ലീഷ് എന്നുള്ള പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് വളരെ കുറവാണ് ഇന്ന് സ്കൂളുകളിലുള്ളത്. ഇതിനെ കുറിച്ചാണ് ആദ്യമായിട്ട്, ഇതിനെ കുറിച്ച് ഒന്നും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അതായത് HSA ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ നെയിം സൈറ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ്. പല സ്കൂളുകളിലും സോഷ്യൽ സയൻസും അതുപോലെ മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് ഇംഗ്ലീഷ് ഒക്കെ എടുക്കുന്നത്. അതായത് അങ്ങനെ ഒരു പോസ്റ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയറിലെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള 2 പേര് കൊടുത്തിട്ടുള്ള ഒരു കേസിന്റെ ഫലമായിട്ട് തന്നെ ഇപ്പൊ ഒരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ബിരുദമുള്ളവര്, ഇംഗ്ലീഷിൽ BEd ഉള്ളവര്, ഓക്കെ, അവരെ തന്നെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മളെ പോലുള്ളവർക്ക് നൽകുന്ന ഒരു പുതിയ പ്രതീക്ഷ തന്നെയാണ്. ഇതിനെ നമ്മൾ വെറുതെ കളയരുത്. ഇതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ കൂടുതൽ പ്രയത്നിക്കേണ്ടതായിട്ട് വരും.
ഉദ്യോഗാർത്ഥികൾ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ, നമ്മൾ കൂടുതൽ ഇതിനെ കുറിച്ച് എവിടെയൊക്കെ സീറ്റുകൾ ഉണ്ട്, എവിടെയൊക്കെ വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു പണ്ട് LPക്കും UPക്കും ഒക്കെ ഒരുപാട് പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയതുപോലെ തന്നെ HSA ഈ വരുന്ന HSAയിലും ഒരുപാട് പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം മുന്നിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പലതും പ്രയത്നിക്കേണ്ടതായിട്ട് വരും. പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനും അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. എങ്കിലും ഇത് വലിയൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ മുന്നിൽ നൽകുന്നത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കണക്കാക്കണം. പിന്നെ എന്ത് കാര്യം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തിൽ സക്സസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ മാക്സിമം ചെയ്യണം. അപ്പൊ ഇവിടെ അതെ ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ, B.Ed ഒക്കെ എടുത്തു, അതുപോലെ സെറ്റ്, കേട്ടറ്റ്, അങ്ങനെ പല എലിജിബിലിറ്റി ടെസ്റ്റുകളെല്ലാം പാസ്സായി ഇതുവരെയൊക്കെ എത്തി. എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എങ്കിലും നിങ്ങൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. നമ്മളുടെ ഏറ്റവും മാക്സിമം നമ്മൾ ശ്രമിക്കുക. നമുക്ക് പറ്റാവുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യുക. ഇവിടെ മോട്ടീവ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വേദി ഒരുക്കുന്നുണ്ട്. ആക്ച്വലി അവരുടെ ആപ്പ്, ഈ ഒരു മോട്ടീവ് ആപ്പ് എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 day ഫ്രീ യൂസ് കിട്ടുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽസ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കാണാൻ പറ്റും. ജസ്റ്റ് ആ മെറ്റീരിയൽസ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ആപ്പിന്റെ പ്രത്യേകത. അതായത് ഇവിടെ ശരിക്കും നെറ്റിന്റെയും സെറ്റിന്റെയും CTET-ന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് പോരാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ രീതിയിലുള്ള ക്വിസ് മോഡൽ ക്വസ്റ്റ്യൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ PPTs ആയിട്ടും നോട്ട്സ് അവൈലബിൾ ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻ ബിറ്റ്വീൻ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കാം. ഇനിയിപ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് വരുന്ന സമയത്ത് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ അത്തരം എല്ലാ രീതിയിലുള്ള ഹെൽപ്സ് നിങ്ങൾക്ക് ഇവിടെ മോട്ടിവിറ്റി അക്കാഡമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവര്, ഉറപ്പായിട്ടും പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര്, ഈസി ആയിട്ട് അതിലേക്ക് എത്തണം എന്ന ആഗ്രഹമുള്ളവര്, നമുക്ക് കയ്യിൽ മെറ്റീരിയൽസ് ആണ് ആവശ്യം. അപ്പൊ ഇത്തരം മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാവുകയാണെങ്കിൽ മാത്രം ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, so that's all. I wish everyone a blessed future. Okay, wish you all success. Thank you. താങ്ക് യു മാം. വിശദമായി തന്നെ മഞ്ജു മാം കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മിസ്സിന്റെ അടുത്ത് ക്ലിയർ ചെയ്യാം. മോട്ടീവ് ലേണിംഗ് ആപ്പ് വളരെ സമഗ്രമായ ഒരു പരിശീലന പരിപാടിയാണ് HSA ഇംഗ്ലീഷിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. മോട്ടീവിന്റെ മറ്റേത് പ്രോഗ്രാമിനെയും പോലെ തന്നെ കൃത്യമായി ചിട്ടപ്പെടുത്തിയ ക്ലാസ്സുകൾ, അതിനനുസരിച്ചിട്ടുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ പരിശീലനത്തിനിടയ്ക്കുള്ള ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ഇതെല്ലാം മോട്ടീവ് ലേണിംഗ് ആപ്പിന്റെ സവിശേഷതയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉദ്യോഗാർത്ഥികൾക്ക് എന്തെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് നൽകാമോ അതെല്ലാം മോട്ടീവ് ലേണിംഗ് ആപ്പ് നൽകുന്നുണ്ട്. 6 മാസം കൊണ്ട് തന്നെ നമ്മൾ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തീർക്കും. കേവലം 3999 രൂപ മാത്രമാണ് മോട്ടീവിന്റെ ഫീസ് വരുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് പലർക്കും സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്. അതും മുന്നിൽ കണ്ട് നിങ്ങൾക്ക് 2 തവണയായിട്ട് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീ അടയ്ക്കാനുള്ള സൗകര്യവും മോട്ടീവ് നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിശീലന പരിപാടിയുടെ സവിശേഷത മിസ് വിശദീകരിച്ചു കഴിഞ്ഞു. എക്സാം ഏത് രീതിയിൽ വന്നാലും അതിനെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും മോട്ടീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് CTET-ന്റെയും നെറ്റിന്റെയും സെറ്റിന്റെയും ഒക്കെ കഴിഞ്ഞ 1.5 ദശകത്തിലേറെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോട്ടീവ് ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. എക്സാം ഏത് രീതിയിൽ വന്നാലും, എക്സാം എത്ര ടഫ് ആയാലും മോട്ടീവ് ആപ്പിലെ ഉദ്യോഗാർത്ഥികൾ അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഏതായാലും നമ്മുടെ രണ്ടാമത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് മിസ്സിന്റെ അടുത്ത് ചോദിക്കാം.
മാം ഹലോ. യെസ്. മാം കഴിഞ്ഞ പ്രാവശ്യത്തെ HSI എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യം കൊളീജിയറ്റ് എക്സാമിന്റെ സെയിം സിലബസ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറെ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഏകദേശം എക്സാമിനോട് അടുത്ത് രണ്ടാമത് വേറൊരു സിലബസ്, അതായത് ഇപ്പൊ നമ്മള് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെയിം സിലബസ് രണ്ടാമത് വന്നതാണല്ലോ. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ എക്സാമിനകത്ത് എന്തെങ്കിലും ഇനിയും സിലബസ് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ടോ? സിലബസിൽ ചേഞ്ചസ് എന്തായാലും കൂടുതലായിട്ട് വരാൻ സാധ്യതയില്ല. നമുക്കറിയാം ഇപ്പൊ നാച്ചുറൽ സയൻസിന്റെ സിലബസ് ഓൾറെഡി ലാസ്റ്റ് ഇയറിലെ സിലബസ് തന്നെയാണ്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, അവരുടെ സിലബസ് പുതിയതായിട്ടുള്ളത് വന്നു. അപ്പൊ സെയിം സിലബസ് തന്നെയാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ട്രീമിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാഹചര്യമില്ല. പിന്നെ ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണോ എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു PSC. പക്ഷെ ഇനി അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുതിയതായിട്ടുള്ള സിലബസ് വരാൻ സാഹചര്യമില്ല. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ സയൻസിലും അത്തരമൊരു സിലബസ് തന്നെ ആയിരിക്കും വരേണ്ടത്. എന്റെ പേര് സെമിൻ. ഹലോ മാം. ഹലോ മാം. മാം, ഞാൻ ഏതാണ്ട് ഒരു 41 ഇയേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ 2 തവണ HSI ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഞാൻ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2ാം റാങ്ക് ഉണ്ടായിരുന്നു സപ്ലിമെന്ററി, പത്തനംതിട്ടയിൽ. 2 തവണയും പത്തനംതിട്ടയാണ് വെച്ചത്. ഞാൻ MA BEd സെറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി ഏറ്റവും ഒരു നല്ല ഒരു ഓപ്ഷൻ, അതായത് ഏത് ജില്ല വെക്കണം എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? ജില്ലയെ കുറിച്ചിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് എല്ലാം നടന്നിട്ടുള്ളത് മലപ്പുറമാണ് എന്നുള്ളത് കേൾക്കുന്നു. ഇപ്പൊ മലപ്പുറത്ത് കൂടുതൽ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ വന്ന ഈ ഒരു ഉത്തരവ് പ്രകാരം എല്ലാ ജില്ലകളിലും ഇപ്പൊ നമ്മള് വിവരാവകാശം വെച്ച് നമ്മൾ ശരിക്കും കളക്ട് ചെയ്യുകയാണെങ്കിൽ, വിവരാവകാശം വെച്ച് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളവരും കളക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ജില്ലയിൽ കൂടുതൽ വേക്കൻസി ഉണ്ട്, അത്തരം HSI പോസ്റ്റുകൾ എവിടെയൊക്കെ ഇല്ല എന്നത് നമുക്ക് കണ്ടെത്താനും. വിളിക്കാമേ അങ്ങോട്ട്. ഇറ്റ്സ് നോട്ട് ക്ലിയർ, ഒന്നുകൂടി പറയാമോ? ആരോ ഇന്റർഫിയർ ചെയ്തമ്മ, ഞാനല്ല, മറ്റാരുടെ ഇന്റർഫിയറൻസ് വന്നതാ. ഓക്കെ. അപ്പോ അത്തരം ഒരു പ്രതീക്ഷ നമുക്ക് നൽകാം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതി ആവില്ല. നമുക്കറിയാം തൃശ്ശൂരിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും പത്തനംതിട്ടയിലൊക്കെ ആണെങ്കിലും വളരെ നെയിംസേക്ക് മാത്രമാണ് അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ഒരു കോടതി ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതുപോലെ വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ഈ ഒരു സമയത്ത് തന്നെ അന്വേഷിച്ച് അറിയാവുന്നതുമാണ്. ഇനി അന്വേഷിച്ചറിയാൻ 30 ദിവസം എടുക്കും വിവരാവകാശം കൊടുത്ത് കിട്ടാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്തുള്ള സ്കൂളുകളിൽ നമ്മൾ തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ, ഇപ്പൊ പത്തനംതിട്ടയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ജില്ലയിൽ അവിടെ തന്നെ നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് അന്വേഷിക്കുകയാണെങ്കിൽ ഏതെല്ലാം സ്കൂളുകളിൽ ഇത്തരം HST പോസ്റ്റുകൾ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും കഴിഞ്ഞ കൊല്ലത്തെക്കാളും നമ്പർ ഉറപ്പായിട്ടും കൂടുന്നതായിരിക്കും. മാം, അപ്പൊ പത്തനംതിട്ട തന്നെ എനിക്ക് ടാർഗറ്റ് ചെയ്താല് പ്രതീക്ഷിക്കാമോ? ഒരു 10 സീറ്റെങ്കിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കാരണം സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റിൽ വന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സാമിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് കയറാൻ പറ്റും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 15 years ആയിട്ട് ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യണം. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ കണ്ടുകൊണ്ടിരിക്കും. മാം തുടരാം. ഓക്കെ സാർ. ഇനി ഇതില് ഒരു ഈ ചാറ്റ് ബോക്സിൽ കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ പാർട്ട് 1 ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മോട്ടീവ് അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ ജനറൽ എന്നുള്ള ഒരു പാർട്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ എല്ലാം വളരെ സോർട്ട് ചെയ്ത് തന്നെ ഓരോ ഏരിയാസും സോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫോൾഡേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് വളരെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വേറെ കോച്ചിങ്ങിന് കൂടി, അതായത് PSCയുടെ മറ്റ് എക്സാംസ് കൂടി പ്രിപ്പയർ ചെയ്യാൻ പാകത്തിലുള്ള നല്ല നോട്ട്സ് ആണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ജനറൽ പോർഷൻ അല്ലെങ്കിൽ പാർട്ട് എയും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാം, പാർട്ട് എയിലെ മാം കേൾക്കാവോ? മാം, പാർട്ട് എയിൽ തന്നെ മൊഡ്യൂൾ 3
അത് മാം ഡീൽ ചെയ്യുന്നുണ്ടോ മാം? ഉണ്ട്, മൊഡ്യൂൾ മൊഡ്യൂൾ 3 3 പാർട്ട് ഡീൽ എ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഉണ്ടല്ലേ? അതെ. ഓക്കെ മാം, താങ്ക് യു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ പരിശീലന പരിപാടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മോട്ടീവ് ഇ ലേണിംഗ് ആപ്പുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മോട്ടീവിന്റെ നമ്പർ നമ്മുടെ ചാറ്റിൽ അവൈലബിൾ ആണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ആകർഷകമായിട്ടുള്ള ഒരു ഓഫർ ലഭ്യമാണ്. അതിനായിട്ട് നിങ്ങൾ മോട്ടീവ് ഇ ലേണിംഗ് ആപ്പുമായി ബന്ധപ്പെടേണ്ടതാണ്. സംശയമുള്ള കുട്ടികൾക്ക് അടുത്ത സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒന്നും കേക്കത്തിട്ട് ഇപ്പൊ ഞാൻ ഒന്നും അറിയാം. എപ്പോഴുള്ള ഏത് കാര്യത്തിനായാലും അങ്ങനെ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് സർ ഒരു ഡൗട്ട് ഉണ്ട് സർ, കേക്കാവോ? ചോദിച്ചോളൂ, വ്യക്തമാണ്. സർ എപ്പോഴാണ് ക്ലാസിന്റെ ടൈമിംഗ് ഒക്കെ? ഈവനിങ് ആയിരിക്കോ അതോ? ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ അതിന്റെ ടൈമിംഗ് ഒക്കെ അറിഞ്ഞാൽ. നമ്മള് വർക്ക് ചെയ്യുന്നവരാണ്, നമ്മുടെ കൂടുതലായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് നമ്മള് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും മാഡത്തിന് ആ ക്ലാസ്സുകൾ കണ്ട് അതിന്റെ മെറ്റീരിയൽസ് പഠിച്ച് നമ്മളിടുന്ന എക്സാമുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒക്കെ എപ്പോഴാണ്? അത് പേഴ്സണൽ ആയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടാണോ അതോ ടോട്ടലായിട്ട് മൊത്തം കുറച്ച് ഗ്രൂപ്പ്? നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലെ അഡ്മിന് നിങ്ങൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാഡം തന്നെ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്പറിലേക്ക് ആഡ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? അല്ല, നിങ്ങൾ ഇതിന് ശേഷം ഞങ്ങളുടെ ചാറ്റ് ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിൽ അംഗമായതിനു ശേഷം നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്. മാഡം, ഒരു ചാറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ക്യാൻ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഡിഗ്രി ഹോൾഡേഴ്സ് അപ്ലൈ ഫോർ HSA എന്ന് സബിതയാണ് ചോദിച്ചിരിക്കുന്നത്. ഫങ്ഷണൽ ഇംഗ്ലീഷ് ഉള്ളവർക്കും BA ഫങ്ഷണൽ ഇംഗ്ലീഷ് അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കറിയാം കുറെ പേർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് BA ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരിട്ട് PSC ഓഫീസിൽ പോയി അവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ചേഞ്ചസ് വരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യാം. ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതായത് BA ഇംഗ്ലീഷ് ചെയ്ത് ആഡ് ചെയ്ത് വരും. നമുക്ക് എന്ത് ചെയ്യാം? BA ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്കറിയാലോ അതിൽ സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ PSC ഓഫീസിൽ പോയി ഇതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, അതായത് BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷ്, നമുക്ക് എന്താണോ അപ്ലൈ ചെയ്യാൻ തടസ്സമാകുന്നത് അതിനെ നമ്മൾ അവിടെ പോയിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് എന്നാണ് PSC ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സമയം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഓരോ ടോപ്പിക് ആയിട്ട് പറയുകയാണോ ചെയ്യുക? അങ്ങനെ എങ്ങനെയാണ് എക്സാം?
ക്ലാസിന്റെ കാര്യമാണെങ്കിൽ സർ പറഞ്ഞതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന രീതിയിൽ, അത് ഒരു ടൈം റെസ്ട്രിക്ഷൻ വരുന്നില്ല. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ അതിനനുസരിച്ച് ടൈം എടുത്തുകൊണ്ട് തന്നെയാണ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ അതൊരു 1 hourൽ ഒതുങ്ങി നിൽക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് പല വേർഷൻസ് അല്ലെങ്കിൽ പല പല പാർട്സ് ആയിട്ട് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. അതിനെല്ലാം മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടിയും പറയുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാഡം തന്നെയാണോ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാഡം തന്നെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഹലോ മാം. ഹലോ, പോസ്റ്റ് ഡ്യൂറേഷൻ എങ്ങനെയാ മാം? പോസ്റ്റ് ഡ്യൂറേഷൻ എക്സാം വരെ കോഴ്സ് നമുക്ക് ആക്സസിബിൾ ആയിരിക്കും? മാഡം, നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ 6 months ആണ്. 6 മാസം കൊണ്ട് നമ്മൾ പൂർണ്ണമായും നിങ്ങളുടെ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരിച്ച് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എക്സാം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സർ, എക്സാംസ് നമുക്ക് നടത്തുന്നത് വീക്ക്ലി അങ്ങനെ ഇടക്കിടക്ക് നടത്തൂലേ എക്സാംസ്? അതായത് നമ്മൾ തരുന്ന ഓരോ വീഡിയോ ക്ലാസ്സുകളും അതിനനുസരിച്ചുള്ള ആ വീഡിയോ ക്ലാസ്സിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെറ്റീരിയൽസ്, ആ വീഡിയോ ക്ലാസ് ഓരോ ടോപ്പിക് അനുസരിച്ച് നമ്മൾ എക്സാം ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നാൽ അതിന്റെ മെറ്റീരിയൽസ് തന്ന് അത് പൂർണ്ണമായും നിങ്ങൾക്ക് അത് എക്സാം ആയിട്ട് നടത്തിയതിനു ശേഷം ഞങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുകയുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. അത് റിനൈസ് അനുസരിച്ച് അത് മാത്രമായിട്ട് ഒരു എക്സാം അങ്ങനെയൊക്കെ നടത്തില്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. നിങ്ങളുടെ സംശയങ്ങൾ എത്രയും പെട്ടെന്ന് മിസ്സിന്റെ അടുത്ത് ക്ലിയർ ചെയ്യുക. ഇവിടെ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സബ്ജക്ട് മാത്രമാണോ റിനൈസൻസ് കൂടി ഉൾപ്പെടുത്തുമോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ട് എ, പാർട്ട് ബി ഇത് രണ്ടും വരുന്നുണ്ട്. സബ്ജക്ട് ഏരിയാസ് ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പാർട്ട് 1 ക്ലാസ്സസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇന്റർവ്യൂവിനുള്ള അസിസ്റ്റൻസും അതുപോലെ തന്നെ ഇപ്പൊ LPUPയുടെ ഇന്റർവ്യൂവിനുള്ള അസിസ്റ്റൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ ഈ ഒരു ടൈമിൽ ലിസ്റ്റ് എല്ലാം വന്നതിന് ശേഷം ഇന്റർവ്യൂവിന്റെ ഒരു ടൈം വരുമ്പോൾ ഇവിടുന്ന് പ്രോപ്പർ അസിസ്റ്റൻസ് ലഭിക്കുന്നതായിരിക്കും. വെൻ വിൽ ക്ലാസ് സ്റ്റാർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ 2-3 ബാച്ചസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബാച്ചിലേക്കായിരിക്കും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 2-3 ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആയിട്ട് പോകുന്നുണ്ട് HSIയുടെ ഇംഗ്ലീഷിന്റെ. എക്സാം വെൻ വിൽ ബി ദ എക്സാംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്ന 6 monthsന്റെ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. 6 months കഴിയുമ്പോൾ നമുക്ക് ഒരു എക്സാം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ച്. പിന്നെ സ്റ്റഡി ടിപ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ്. സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഓരോന്ന് കവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ ജസ്റ്റ് ടിക്ക് മാർക്സ് ചെയ്യാം ഏതൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് നമ്മൾ ഉണ്ടാക്കുക. എത്ര ഡിജിറ്റൽ മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ അതിൻ്റെതായിട്ടുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഈ ഒരു HSI പ്രിപ്പറേഷൻ മാത്രമല്ല, ഇതിനുശേഷം നമുക്ക് ഈ രീതിയിൽ നെറ്റ് അല്ലെങ്കിൽ സെറ്റ് മറ്റ് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ടെസ്റ്റിനാണെങ്കിലും അതിനെല്ലാം പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും. അപ്പൊ അത്തരം ഒരു നോട്ട് മേക്കിംഗ് ഉണ്ടായിരിക്കുന്നതും നല്ലതായിരിക്കും. അതിലെപ്പോഴും പോയിന്റ്സ് ആഡ് ചെയ്യാൻ പാകത്തിൽ ഒരു നോട്ട്സ് ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു പോയറ്റിക്സിന്റെ നോട്ട് എഴുതുകയാണെങ്കിൽ അത് ഒരു പേജിൽ അവസാനിപ്പിച്ച് നെക്സ്റ്റ് പേജ് അടുത്ത ടോപ്പിക്കിന് വേണ്ടി എടുക്കാതെ കുറച്ച് സ്ഥലം അവിടെ വിടുക. അപ്പൊ നമുക്ക് കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്ന സമയത്ത് അതുകൂടി അതിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ.
പിന്നെ എന്തുകൊണ്ടും എല്ലാവർക്കും ഈ ഒരു വിഷ്വൽ ലേണിംഗ് സ്റ്റൈൽ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ മഷിയിൽ എഴുതുന്നതിന് പകരം ഇതൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മളെ കണ്ണ് അത് പെട്ടെന്ന് അത് പിടിച്ചെടുക്കും. നമുക്ക് എക്സാം പേപ്പറിൽ വരുന്ന സമയത്ത് നമ്മൾ അത് ഓർത്തെടുക്കും അത്തരം വിഷ്വൽസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കളം വരയ്ക്കുകയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് പെന്നുകൾ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നതൊക്കെ നല്ലതായിരിക്കും നോട്ട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എപ്പോ ലിഷർ ടൈം കിട്ടുന്നോ ആ സമയത്തെല്ലാം നമുക്ക് ഇതിന്റെ ക്ലാസ് കേൾക്കാലോ. നമ്മൾ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിലും വണ്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒപ്പം മൊബൈലിൽ അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു ആപ്പും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ക്ലാസ്സസ് ഒക്കെ കേൾക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അപ്പൊ അത്തരം ഏതൊരു ടൈം ആണെങ്കിലും ഇതിനായിട്ട് ഒരു സമയം ചിലപ്പോൾ മാറ്റിവെക്കാൻ പലർക്കും കിട്ടിയെന്ന് വരില്ല. പഠിക്കാനായിട്ട് 2 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഏതൊരു സമയത്താണോ നമുക്ക് ഇത് കൂടെ ചെയ്യാൻ പറ്റുക ആ ഒരു കാര്യത്തിന്റെ കൂടെ ഇത് ചെയ്യാം. ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തോ അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്തോ നമ്മൾ ഇതിലേക്ക് അതിന്റെ ഓഡിയോ കേൾക്കാനായിട്ടുള്ള സമയം നമ്മൾ എടുക്കുക. ഇതൊക്കെയാണ് ടിപ്സ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. മാം, ഇനി ഇൻ കേസ് സിലബസ് ചേഞ്ച് ആയാൽ ഇപ്പൊ 6 monthsനുള്ളിൽ നിങ്ങൾ ഈ പോർഷൻ കവർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇൻ കേസ് സിലബസ് ചേഞ്ച് വരുവാണെങ്കിൽ എന്താ പറയുന്നത്, റിന്യൂ ചെയ്ത സിലബസ് കവർ ചെയ്ത് തരുമോ? ഞാൻ എന്റെ ടെൻഷൻ കാരണമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 20ാം റാങ്കിൽ വന്നയാളാണ് ഞാൻ. 2 ടേൺ ഇപ്പുറത്ത് വെച്ചിട്ടാണ് എന്റെ ചാൻസ് മിസ്സായത്. അപ്പോ ഞാൻ വയനാട്ടിലെ എക്സാം എഴുതിയത്. അപ്പൊ അത് കാരണം ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുണ്ടോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ടും എന്തായാലും സിലബസിൽ അത്രയും വലിയൊരു ചേഞ്ച് വരികയാണെങ്കിൽ, വലിയൊരു ചേഞ്ച് വരില്ല, ഏതെങ്കിലും 2-3 പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഇതുപോലെ മറ്റ് ചേഞ്ചസ് വരാം. അത്രയ്ക്ക് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ മാം. ഒരു ദിവസം എത്ര ഹവർ പഠിച്ചാൽ ഉദ്ദേശിക്കുന്ന റാങ്കിൽ എത്തുമെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽക്ക് തുടങ്ങുകയാണെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും, മിനിമം 1 മണിക്കൂറെങ്കിലും ഇപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ വേറെ സമയം എടുക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ ഓഡിയോസ് നമുക്ക് എപ്പോ വേണമെങ്കിലും പ്ലേ ചെയ്യാലോ. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയോ കേൾക്കാലോ. അപ്പോ അതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേഷൻ മാറുന്നില്ല. നമുക്ക് അത് കേൾക്കാനുള്ള സമയം അല്ലാതെ കേട്ട കാര്യങ്ങളെ ഒന്ന് എഴുതി വെക്കാൻ, നോട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആ നോട്ട് പ്രിപ്പറേഷന്റെ സമയത്തായിരിക്കും നമ്മളുടെ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പൊ അത്തരം ഒരു ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടി, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാൻ വേണ്ടി, അതായത് നമുക്ക് എക്സാമിന്റെ ടൈമിൽ അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 1 ടൈം എങ്കിലും ഈ ഒരു നോട്ട് പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രയൽ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രയൽ ഉപയോഗിച്ച് നോക്കി മോട്ടീവ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താം. ഫ്രീ ട്രയൽ അവൈലബിൾ ആണ്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഈ വെബിനാറിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രത്യേക ഓഫർ ഉണ്ട്. ആ ഓഫറിനായിട്ട് നിങ്ങൾ മോട്ടീവ് ആപ്പിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിക്കാവുന്നതാണ്. നമുക്ക് സെഷൻ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാഡത്തിന് ചോദിക്കാവുന്നതാണ്. ഇതിലൊരു ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ബുക്ക് സജസ്റ്റ് ചെയ്യാമോ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ബുക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ നല്ലത് നമ്മൾ കൂടുതൽ നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഒരെണ്ണത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. നമ്മൾ എക്സ്ട്രാ എപ്പോഴും നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് അതുപോലെ ക്യാൻ യു തിങ്ക് ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിജിറ്റൽ മെറ്റീരിയൽസ്? രണ്ടും, ഡിജിറ്റൽ മെറ്റീരിയൽസിന് അതിൻ്റെതായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പ്രിന്റഡ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് അത് പ്രിന്റ് കിട്ടിയത് കൊണ്ട് നമുക്ക് വായിക്കാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ടാക്കുന്ന നോട്ടായിരിക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്. അത് നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്തും നമ്മുടെ മെമ്മറിയിൽ നമ്മൾ എഴുതിയ നോട്ട്സ്, നമ്മളുടെ യൂസ് ചെയ്ത ഹൈലൈറ്ററിന്റെ കളർ പോലും നമ്മൾ ഓർത്ത് വയ്ക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മെറ്റീരിയൽസ് ആണെങ്കിലും പ്രിന്റഡ് മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായിട്ട് ഓരോന്നും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുകയായിരിക്കും ഏറ്റവും ഇഫക്റ്റീവ് എന്ന് തോന്നുന്നു.
പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങളില്ല എന്ന് കരുതുന്നു. ബുക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. മോട്ടീവ് ഇ ലേണിംഗ് ആപ്പ് വളരെ വലിയ റിസോഴ്സ് ആണ്. അത്രയും വലിയൊരു ചോദ്യങ്ങളുടെ നിര തന്നെയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ HSA മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, CTET-ന്റെയും സെറ്റിന്റെയും നെറ്റിന്റെയും കഴിഞ്ഞ 20 വർഷത്തിനടുത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോട്ടീവ് ഇ ലേണിംഗ് ആപ്പിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാണ്. അത്രയും റിസോഴ്സസ് നമ്മൾ ആപ്പ് വഴി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേതൊരു റാങ്ക് ഫയലിനെക്കാട്ടിലും റിലയബിൾ സോഴ്സ് ആയിട്ട് മോട്ടീവ് ആപ്പ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് നമ്മുടെ HSA വെബിനാർ വളരെ മനോഹരമായി അവതരിപ്പിച്ചു തന്ന മഞ്ജു മാമിനോട് നിങ്ങൾ ഏവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി ഇത്രയും നേരം പങ്കെടുത്ത നിങ്ങൾ ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ഡ്രീം ജോബിനായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ കൂടെ മോട്ടീവ് ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്. ആ സൗകര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. Thank you all. Wish you all a great success. താങ്ക് യു. താങ്ക് യു മാം.